ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ യേശു പറഞ്ഞത് ആരോട്? ഉത്തരം: ശിഷ്യരോട്. 2. അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്ന ഉപമയിലെ യജമാനന് ലഭിച്ച പരാതി എന്ത്? ഉത്തരം: കാര്യസ്ഥൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു. 3. അവിശ്വസ്തനായ കാര്യസ്ഥനോട് യജമാനൻ ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം: കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. 4. കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷ യാചിക്കാൻ ലജ്ജ തോന്നുന്നു, ആരുടെ ആത്മഗതമാണിത്? ഉത്തരം: അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ. 5. പൂരിപ്പിക്കുക. യജമാനൻ എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. ഉത്തരം: കാര്യസ്ഥത. 6. താൻ എന്തു കൊടുക്കാനുണ്ട് എന്നാണ് ഒന്നാമൻ മറുപടി നൽകിയത്? ഉത്തരം: 100 ബത്ത് എണ്ണ. 7. 100 ബത്ത് എണ്ണ കൊടുക്കാനുള്ളവനോട് എത്ര ബത്ത് എന്നാണ് തിരുത്തി എഴുതാൻ പറഞ്ഞത്? ഉത്തരം: 50. 8. മറ്റൊരുവൻ തൻ്റെ യജമാനന് എന്ത് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: 100 കോർ ഗോതമ്പ്. 9. കൗശലപൂർവം പ്രവർത്തിച്ചതിൽ ആരെയാണ് യജമാനൻ പ്രശംസിച്ചത്? ഉത്തരം: നീതിരഹിതനായ കാര്യസ്ഥനെ. 10. വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ ആര്? ഉത്തരം: ഈ യുഗത്തിൻ്റെ മക്കൾ. 11. ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ ആണെന്ന് യേശു ആരോട് പറഞ്ഞു? ഉത്തരം: ശിഷ്യന്മാരോട്. 12. എങ്ങനെ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: അധാർമിക സമ്പത്തുകൊണ്ട്. 13. അധാർമിക സമ്പത്ത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ എവിടെയാണ് സ്വീകരിക്കുക? ഉത്തരം: നിത്യകൂടാരങ്ങളിൽ. 14. ആരാണ് വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നത്? ഉത്തരം: ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായവൻ. 15. വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും ആര്? ഉത്തരം: ചെറിയ കാര്യത്തിലെ അവിശ്വസ്തൻ. 16. പൂരിപ്പിക്കുക. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ ആര് നിങ്ങളെ ഏൽപ്പിക്കും? ഉത്തരം: യഥാർത്ഥ ധനം. 17. പൂരിപ്പിക്കുക. മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് നൽകും? ഉത്തരം: വിശ്വസ്തരല്ലെങ്കിൽ. 18. ആർക്കാണ് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയാത്തത്? ഉത്തരം: ഒരു ഭൃത്യന്. 19. 2 യജമാനന്മാരുള്ള ഭൃത്യൻ ഒരുവനെ സ്നേഹിക്കുമ്പോൾ മറ്റവനെ എന്തു ചെയ്യും? ഉത്തരം: ദ്വേഷിക്കും. 20. 2 യജമാനന്മാരുള്ള ഭൃത്യൻ ഒരുവനെ നിന്ദിക്കുമ്പോൾ മറ്റവനോട് എന്തു ചെയ്യും? ഉത്തരം: ഭക്തി കാണിക്കും. 21. നിങ്ങൾക്ക് എന്തിനെയൊക്കെ ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ദൈവത്തെയും ധനത്തെയും. 22. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം: ഒരേ സമയം 2 യജമാനന്മാരുള്ള ഒരു ഭൃത്യൻ്റെ ഉപമ. 23. ലൂക്ക 16:14 ഫരിസേയരെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരം? ഉത്തരം: പണക്കൊതിയർ. 24. ഫരിസേയർ തങ്ങളെ തന്നെ നീതീകരിക്കുന്നത് ആരുടെ മുൻപിൽ? ഉത്തരം: മനുഷ്യരുടെ മുൻപിൽ. 25. മനുഷ്യരുടെ മുൻപിൽ നീതീകരിക്കുന്നവരുടെ ഹൃദയങ്ങൾ ആരറിയുന്നു? ഉത്തരം: ദൈവം. 26. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ആരുടെ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ്? ഉത്തരം: ദൈവദൃഷ്ടിയിൽ. 27. നിയമവും പ്രവാചകന്മാരും ആരുവരെയായിരുന്നു?
ഉത്തരം യോഹന്നാൻ വരെ. 28. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് എന്തിനു ശേഷം? ഉത്തരം നിയമത്തിനും പ്രവാചകന്മാർക്കും ശേഷം. 29. എല്ലാവരും ബലം പ്രയോഗിച്ച് പ്രവേശിക്കുന്നത് എവിടെ? ഉത്തരം ദൈവരാജ്യത്തിൽ. 30. നിയമത്തിൻ്റെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ഉത്തരം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത്. 31. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നു? ഉത്തരം വ്യഭിചാരം. 32. ധനവാനും ലാസറും ഉപമയിലെ ധനവാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഏവ? ഉത്തരം ചെവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും. 33. ധനവാന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്നത് ആരായിരുന്നു? ഉത്തരം ലാസർ എന്നൊരു ദരിദ്രൻ. 34. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആരുടെ? ഉത്തരം ലാസറിൻ്റെ. 35. എങ്ങനെ വിശപ്പടക്കാനാണ് ലാസർ ആഗ്രഹിച്ചത്? ഉത്തരം ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട്. 36. ദരിദ്രനായ ലാസർ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ വന്ന് എന്തു ചെയ്തു? ഉത്തരം അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. 37. ലാസറിനെ ആരാണ് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചത്? ഉത്തരം ദൈവദൂതന്മാർ. 38. മരിച്ച് അടക്കപ്പെട്ട ധനവാൻ പീഡിപ്പിക്കപ്പെട്ടത് എവിടെ? ഉത്തരം നരകത്തിൽ. 39. പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത് ആര്? ഉത്തരം നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ട ധനവാൻ. 40. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി നാവ് തണുപ്പിക്കാനായി ആരെ അയക്കാനാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം ലാസറിനെ. 41. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ധനവാൻ പിതാവായ അബ്രാഹത്തിനോട്. 42. ആര് ഇപ്പോൾ ആനന്ദിക്കുന്നു എന്നാണ് അബ്രാഹം പറഞ്ഞത്? ഉത്തരം ജീവിതകാലത്ത് കഷ്ടതകൾ അനുഭവിച്ച ലാസർ. 43. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അബ്രാഹം ധനവാനോട് പറഞ്ഞത്? ഉത്തരം ഒരു വലിയ ഗർത്തം. 44. ലാസറിനെ നരകത്തിലേക്ക് അയക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങോട്ട് അയക്കണമേ എന്നാണ് ധനവാൻ അപേക്ഷിച്ചത്? ഉത്തരം തൻ്റെ പിതൃഭവനത്തിലേക്ക്. 45. തനിക്ക് എത്ര സഹോദരങ്ങൾ ഉണ്ടെന്നാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം 5 സഹോദരങ്ങൾ. 46. പീഡകളുടെ ഈ സ്ഥലത്ത് സഹോദരങ്ങളും വരാതിരിക്കേണ്ടതിന് ലാസർ എന്തു ചെയ്യട്ടെ എന്നാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം ലാസർ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. 47. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. ആര്? ഉത്തരം ധനികൻ്റെ 5 സഹോദരന്മാർ. 48. മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കാത്തവർക്ക് എന്ത് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രാഹം പറഞ്ഞത്? ഉത്തരം മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും. 49. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ആരുടെ വാക്കുകൾ? ഉത്തരം അബ്രാഹത്തിൻ്റെ. 50. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഉത്തരം 24.